തുടർന്നിരിക്കും. ആ വീഡിയോസ് പൊതുവെ മറ്റ് ജില്ലക്കാർക്കും മറ്റ് സംസ്ഥാനത്തുള്ളവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉൾപ്രദേശങ്ങൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് നമ്മൾക്കുള്ള ആളുകൾ പോയി കാണുമ്പോഴുള്ള ചില സ്ഥലങ്ങൾ നമുക്ക് പോകാവുന്നിടത്തോളം അത്രേ ഉള്ളൂ. ഇപ്പോൾ പോകുന്നത് കണ്ടെയ്നർ റോഡ് വഴിയാണ്. നഗരത്തിലെ നിശബ്ദത പോയിട്ട് അതിഭീകരമായ ശബ്ദമുള്ള സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് കിഴല പാലം, നമുക്കിന്ന് അങ്ങോട്ട് പോകണ്ട, പറയാൻ വേണ്ടിയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ നേരത്തെ ഇവിടെ കട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പാലത്തിന് അടിയിൽ കൂടി വേണം തിരിയാൻ. കുറേ ദൂരം പോകണം. നമ്മളൊക്കെ ഉള്ള ആൾ ഇച്ചിരി പാടാം. റൈറ്റ് സൈഡിലാണ് പിഴല. ഇത് മൂലമ്പള്ളിയാണ്. അങ്ങോട്ട് പിഴല പാലം. തിരക്ക് കുറവാണ്. അവിടെ ഉണ്ട്. നേരെ ഹൈക്കോടതി, വല്ലാർപാടം സ്ട്രീറ്റ്, പിഴല റൈറ്റ്. ഓക്കെ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് ശരിക്കും. പക്ഷേ ഇതാണ് ഇവിടെയൊക്കെ വേസ്റ്റ്. മനുഷ്യരെന്താ ഇങ്ങനെ അധപ്പതിച്ച് പോകണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവനവൻ്റെ രാജ്യമാണെന്നോ അല്ലെങ്കിൽ അവനവൻ്റെ നാടാണെന്നുള്ള ചിന്തയൊന്നുമില്ല. മലയാളികളെ കുറിച്ച് മറ്റുള്ള ആളുകൾ പറയുന്നത് വേസ്റ്റൊന്നും പുറത്തു കൊണ്ടുപോയിട്ടില്ല. ഒരു പക്ഷേ അന്യസംസ്ഥാനക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇവിടെ കാണുന്ന വേസ്റ്റുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ആയിട്ടുള്ള ആളുകളുടെ വേസ്റ്റുകളാണ് കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സാധാ ലോക്കലായിട്ടുള്ള ആളുകളുടെ വേസ്റ്റൊന്നും ഇവിടെ വരില്ല. അവർക്ക് അങ്ങനെ വേസ്റ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും അപ്പർ ക്ലാസ് ആയത് കുട്ടികളുടെ പാമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. അല്ല, പിന്നെ ഈ അപ്പോൾസറിയുടെ സാധനങ്ങൾ, അപ്പോൾസറി വർക്കേഴ്സ്, അവരുടെ ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒന്നും തള്ളിയിരിക്കുന്നത്. എനിക്ക് പങ്കെടുത്തിട്ട് പരിപാടി കുറഞ്ഞെന്നാണ്. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ സാധാരണ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണോ. നമ്മൾ ഈ റോട്ടിൽ നിന്നുള്ള സ്ക്രൂസും ഇതൊക്കെ പറക്കി മാറ്റുന്നതുകൊണ്ടാവാം എനിക്കിപ്പോൾ വർക്ക് കുറവാണ്. അതായത് നമ്മൾ വൈകിട്ടത്തെ റൈഡ് ലൈറ്റ് കുറവാണ്. നമ്മൾ പ്രധാനമായിട്ടും അപ്പം ഈ നിശബ്ദ കോണുകൾ തേടിയുള്ള നഗരത്തിൽ നിശബ്ദ കോണുകൾ തേടിയുള്ള അത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നമ്മുടെ എറണാകുളം ജില്ലക്കാർക്ക് വേണ്ടിയല്ല ആ വീഡിയോസ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം. അതൊന്നും ഒരു പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പുറം മാത്രം, അതായത് എന്താ പറയുക, കുറേ ബിൽഡിങ്ങും പുറം. ഇപ്പോൾ അവിടെ കണ്ട പിള്ളേർ അവിടെ വഞ്ചിയിലൊക്കെ നാടൻ ആൾക്കാരാണ്, മീൻപിടുത്തക്കാരാണ്. അവിടെ കാണാമെന്ന് വിചാരിക്കണം. ലോങ്ങാണ് അറിയപ്പണ്ടേ. അപ്പം ഇതൊക്കെയാണ്
പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ആളുകൾ നിറച്ചിട്ട് എന്ത് കാണാനാണ് പിന്നെ? നമ്മുടെ നാട് നല്ല എന്താ പറയുക, സുന്ദരമായ നാട് നശിപ്പിക്കാൻ വേണ്ടി അതിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നതിന് കൂടി വന്ന ഈ ചകിരി വരെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളഞ്ഞാൽ പോകാമെന്നുള്ളൂ. കത്തിക്കാൻ പാടുന്ന നിയമമുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇൻസിനേറ്ററുണ്ട്, പല പഞ്ചായത്ത് തലത്തിലും ഇൻസിനേറ്ററുകൾ റോഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി ചിലവാക്കണം. എന്നാലും നമ്മുടെ നാട് നന്നായി കിടക്കൂലേ, വൃത്തിയായി കിടക്കൂല. കണ്ടെയ്നറുകൾ പോകുന്നതിൻ്റെ ശബ്ദമാണ്. ഇവിടെ നഗരത്തിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ് സൈക്കിളുകാരെ സംബന്ധിച്ചില്ല. കാരണം നമുക്കൊരു പരിധിക്കുള്ളിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ കണ്ട അത് നട്ട് ബോൾട്ട് കിടക്കണുണ്ടോ? സാധാരണ ഞാനിത് എടുക്കാറുള്ള പതിവ്. കാണാൻ പറ്റുമെന്നറിയില്ല, തട്ടി മാറ്റി കാണിച്ചതാ. ഇതാ കണ്ടോ കണ്ടോ, അത് ബോൾട്ടാണ്. ഇതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞു ഇഷ്ടംപോലെ. അത് ഞാൻ കാണിച്ചു തരാം, ഒരു വീഡിയോ അത് മാറ്റി ഇടാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ, അത് പ്രത്യേകിച്ച് പാലങ്ങളുടെ മുകളിലായിരിക്കും കേട്ടോ കൂടുതലും. അതെന്താണ് കാരണമെന്നും എന്തോരം ഉണ്ടെന്നുള്ളതും നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ചൂണ്ടിയിട്ടെ എന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഭാഗത്ത് ചൂണ്ടിയിടുന്ന ആളുകളുണ്ട്. ഈ തോട്ടിൽ അവിടെ ആ സൈഡിൽ ലെഫ്റ്റ് സൈഡ് തോട്ടിൽ ഇഷ്ടംപോലെ ചൂണ്ടിയിടുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ടോ, അതാണ് നമ്മൾക്ക് മനസ്സിലാവാത്തത്. കൂടുതലും അന്യ ജില്ലക്കാരാണ്. ഒരു ദിവസം ചില റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേട്ടൻ ലോറിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്നിട്ട് കാറ് നിർത്തുന്നു, ഇറങ്ങി വരുന്നു, മൂത്രം ഒഴിക്കുന്നു, പോകുന്നു, ഡിക്കി തുറക്കുന്നു. പോകുന്നു എന്ന് പറഞ്ഞാൽ നേരെ പുറകിലേക്ക് വരുന്നു, ഡിക്കി തുറക്കുന്നു, ഒരു ചെറിയ ചാക്കിട്ട് എടുക്കുന്നു, നേരെ ഇവിടെ വെച്ചിട്ട് ഭാഗത്ത് വെച്ചിട്ട് ഇല്ലാന്ന് ചെയ്യുന്നു. അപ്പം എന്നെ കണ്ടുപോയി, ഞാൻ പുറകെ വരുന്നത് കണ്ടുപോയി ഇപ്പം പുള്ളി വിട്ടുപോയി. പക്ഷേ അധികം നേരം നിന്നില്ല പുള്ളി. ഞാൻ കുറച്ച് നേരം ഹോൾട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു അവിടെ. ജസ്റ്റ് ഞാൻ അങ്ങനെ വന്നതും പുള്ളി വിട്ടു വന്നു. നമ്പർ നോക്കുമ്പോൾ KL 78 തുടങ്ങുന്ന നമ്പറാണ്. അതായത് എറണാകുളം ജില്ലക്കാരനല്ല പുള്ളി, മനസ്സിലായോ? വേറൊരു നാട്ടിൽ നിന്ന് വന്നുള്ള ആളാണ്. ഇവിടെയും കിടപ്പുണ്ട്, കണ്ടോ? ഇത് കാണാമോ എന്നറിയില്ല. ഇത് കണ്ടോ, ഈ കിടക്കണത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. തട്ടി മാറ്റി സൈഡിലേക്ക് ഇടുക, നിവർത്തിയോളും. എവിടെയും കിടപ്പുണ്ട് കേട്ടോ, ഇവിടെ അവിടെയും കിടപ്പുണ്ട്. സൈക്ലിസ്റ്റ് പോകുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫ്ലാറ്റ് കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ട് തന്നെ എടുത്താണ് അത്. നമുക്ക് തന്നെ മഴക്കാറുണ്ടോ, മിക്കവാറും ഇന്നത്തെ റൈഡ് പകുതിക്ക് നിർത്തേണ്ടി വരും. നേരത്തെ ചേരാനല്ലൂരിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. ചേരാനല്ലൂർ, എടപ്പള്ളി, വരാപ്പുഴ ഭാഗത്തേക്ക് ഈ പോയിക്കൊണ്ടിരുന്ന റൂട്ട്, ബസ് റൂട്ട് കാണാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന പഴയ ബസ് റൂട്ട്. ഇവിടെ ഒരു പാരമ്പര്യ വീട്, അതായത് വിൻറ്റേജ് ഹോം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അവർ. ഇത് കോമ്പാറയാണ്, കോമ്പാറ വളവി ബംഗ്ലാവ്. അവിടെ വരെയുള്ളൂ. പിന്നെ അതങ്ങോട്ട് സ്വകാര്യ വ്യക്തികളുടെ ഏരിയയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ
അതൊരു വിൻറ്റേജ് ഹോമാണ്. അപ്പോൾ തിരിച്ചു പോവാം. ഓക്കെ, ഇതൊക്കെ കണ്ടലുണ്ടോ? കണ്ടലെന്ന് പറഞ്ഞാൽ തനി കണ്ടൽക്കാട് അല്ലേ. കണ്ടലങ്ങ് പിടിച്ചൊക്കെയാണ്. ഇവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത് അതിലും വലിയ സംഗതി അല്ലേ. പക്ഷെ നിശബ്ദമാണ്. തൊട്ടടുത്താണ്, എറണാകുളം സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ തിരിച്ചു പോകണേ. പച്ചപ്പായതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു